ഇപ്പം അർജുൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ എനിക്കൊന്ന് അടുത്തിടങ്ങിയ എല്ലാ നായക കഥാപാത്രങ്ങളാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തൊട്ട് മുന്നേ ഇൻ്റർവ്യൂ ചെയ്തത് നമ്മുടെ ആനന്ദ് ശ്രീബാല ടീമിനെയാണ്. അപ്പം അഭി ആണേലും വിഷ്ണു ആണേലും ഒരുപാട് പ്രതീക്ഷയോടെയാണ് അർജുനെ കാണുന്നത്. അതുപോലെ തന്നെ സംഗീത ചേച്ചി പറയുന്നു അതിശയം വരും അർജുനൊക്കെ ഇത്ര ഈസി ആയിട്ട് അഭിനയിച്ചിട്ട് പോയി നിൽക്കുന്നത്. ഇപ്പൊ ഇന്ന് ഷൂട്ടിങ്ങിനോട് വരുമ്പോൾ ഉർവശിയെ കണ്ടു. ഉർവശി ഇറങ്ങി പോവായിരുന്നു. അപ്പൊ ഉർവശി ഇറങ്ങി പോയപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ചോദിച്ചു, എന്തോ നീ ഇവിടെ എന്ന് ചോദിച്ചു. ഒരു സിനിമയുടെ പ്രൊമോഷന് വേണ്ടിട്ട് വന്നാണ്. അർജുന്റെ സിനിമയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ അർജുന്റെ സിനിമ. എന്ത് നല്ലതായിട്ട് അവനിപ്പോ ചെയ്യുന്നേ, എന്ത് രസമായിട്ട് അവനിപ്പോ അഭിനയിക്കുന്നത്. ഞാൻ ഹരിശ്രീ യശോൻ അത് അച്ഛനെയും പിന്നെ വേറൊരു കാര്യത്തിന് വേണ്ടി ഞാൻ വന്നത്. ഞങ്ങൾ എല്ലാവരും ഇന്നലെ ഒരുമിച്ചുണ്ടായിരുന്നു. അവന്റെ സിനിമകളൊക്കെ നല്ലതാ, അവനിപ്പോ നല്ലതായിട്ട് അഭിനയിക്കുന്നു എന്ന് പറഞ്ഞു. എനിക്ക് വലിയ സന്തോഷമായി. അല്ല അർജുൻ ഇപ്പം വീണ്ടും അൻപോട് കൺമണി വരുന്നു, അടുത്തടുത്ത് നായകനാകുന്ന സിനിമകൾ എങ്ങനെ നോക്കി കാണുന്നു അർജുൻ ആ വളർച്ചയെ? ഭയങ്കര അടിപൊളിയായിട്ട് ഹാപ്പിയാണ്. കാരണം ഞാൻ പ്രതീക്ഷിക്കാത്ത സ്ഥാനത്തേക്കാണ് ഇപ്പൊ എത്തിയിരിക്കുന്നത്. ചെറിയ കഥാപാത്രങ്ങൾ ചെയ്ത് ഗ്രാജുവലി ആ സ്പേസ് കൂടി ഇപ്പോ ആൻഡോ ചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന, വേണു സാറും കൂടി ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന അഭിലാഷ് പിള്ളച്ചേട്ടൻ കേക്കണ്ട വിളിക്കില്ല. അതെന്താ കാര്യം? അബിന്നൊക്കെ നമ്മൾ വിളിക്കുന്നു. അബിയുടെ ഇന്ന് തന്നെ വരാം, അത് രസമുണ്ട്. ആണോ? അപ്പൊ അഭിലാഷേട്ടന്റെ മറ്റു മാളികപ്പുറത്തിന് ശേഷമുള്ള പരിപാടി നോക്കുമ്പോ ഒരു ഹ്യൂജ് പടത്തില് എനിക്കൊരു ലീഡ് ക്യാരക്ടറായിട്ടും ടൈറ്റിൽ ക്യാരക്ടർ വരാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അർജുൻ അപ്പോ അത് ഭയങ്കരമായിട്ട് ഞാൻ എക്സൈറ്റഡ് ആയിട്ട് നോക്കിക്കാണുന്ന ഒരു പടമാണ് ശ്രീബാല. അത് ഇത്ര ഹ്യൂജ് ആയിട്ടാണ് ഞാൻ ചെയ്തു തന്നെ എല്ലാം ചെറിയ പടങ്ങളും, അല്ലെങ്കിൽ ഇപ്പൊ വലിയ പടങ്ങളാണ് പ്രമേയം പോലത്തെ പടങ്ങളൊക്കെ ആണെങ്കിൽ സപ്പോർട്ടിംഗ് ആയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ ഇത് ലീഡായിട്ട് നിൽക്കുമ്പോ വളരെയധികം എക്സൈറ്റിംഗ് ഫാക്ടറാണ്. അപ്പോ ഞാൻ പറഞ്ഞ പോലെ 2018 നോക്കുകയാണെങ്കിൽ 24 ഞാൻ പ്രതീക്ഷിക്കുന്നതിന്റെ അപ്പുറത്ത് ഞാൻ നിൽക്കുന്നുണ്ട്. ഞാൻ ആഗ്രഹിച്ചതിന് അപ്പുറം ഞാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ സാറ്റിസ്ഫൈഡ് ആണ് ഭയങ്കരമായിട്ട്. പിന്നെയും നല്ല അടിപൊളി ക്യാരക്ടേഴ്സും നല്ല ചെയ്തു പറഞ്ഞു ഓൾറെഡി. ഇതിപ്പോ ചേച്ചി അന്ന് ഞങ്ങൾ ഞാനും അർജുനും സംസാരിക്കുമ്പോൾ അന്നും അർജുന പറഞ്ഞു ചേച്ചി ഇപ്പൊ നമ്മൾ ഈ നെപ്പോക്കറ്റ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ വരാൻ അച്ഛൻ്റെ പേരുണ്ടായിരുന്നുള്ളത് എളുപ്പമാണ്, പക്ഷെ പിടിച്ചു നിൽക്കുക എന്നുള്ള അല്ലേ അർജുൻ എങ്ങനെയായിരുന്നു? കാരണം ഇപ്പൊ ബ്രഹ്മയുഗത്തിൽ മമ്മൂക്കയോടൊപ്പം നിങ്ങൾ ആകെ 3 പേരാണ്. അത് ഇന്റർനാഷണൽ ഫെസ്റ്റിലൊക്കെ പോകുന്നു, ആൾക്കാർ അർജുൻ അശോകൻ എന്ന നടനെ അടയാളപ്പെടുത്തുകയാണ് ആ സിനിമയിലൂടെ. അപ്പം എങ്ങനെയാണ് ആ ഒരു സ്ട്രഗിള് ഈ 2000 പറഞ്ഞല്ലോ ഈ ഒരു വർഷത്തിന്റെ സ്ട്രഗിൾ എങ്ങനെയാണ് അർജുൻ? സത്യം പറഞ്ഞ സ്ട്രഗിൾ എന്നുള്ള പരിപാടി എന്തോ ഭാഗ്യത്തിന് നല്ല പടങ്ങൾ എനിക്ക് വരുന്നുണ്ട്. അപ്പൊ അത് വൃത്തിക്ക് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ള ചിന്ത മാത്രമേ മനസ്സിലുള്ളൂ. സ്ട്രഗിൾ വരുന്നത് ഡേറ്റിന്റെ പ്രശ്നം വരുമ്പോഴാണ്. നമ്മള് കാരണം എന്തെങ്കിലും കാരണത്താൽ ഒരു പടം നീണ്ടു പോകുമ്പോ എനിക്കൊരു പടം മാക്സിമം കൂടിപ്പോ ഒരു ലിമിറ്റ് വരെ തള്ളി നിൽക്കാം. പക്ഷെ വേറെ എന്തെങ്കിലും കാരണത്താൽ ആ പടം നീണ്ടു പോവാന്ന് വെച്ചാൽ അത് കൺവിൻസ് ചെയ്ത് ആ ഡേയ്സ് നീക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അത് ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്. അപ്പൊ സ്ട്രഗിൾ എനിക്ക് ആ ഒരു ഇഷ്യൂസിൽ മാത്രമേ ഉള്ളൂ. ഇപ്പൊ കാർ ആക്സിഡന്റ് ആയി, നമുക്ക് പ്രതീക്ഷിക്കാനുള്ള ഇപ്പോ കൂടെയുള്ള ആക്ടറിന് റിക്കവർ ചെയ്യാൻ ടൈം വേണം. അപ്പോ അത് പറഞ്ഞ ചിലപ്പോ അപ്പുറത്തെ പ്രൊഡ്യൂസർ കേൾക്കണമെന്നില്ല, പ്രഷറാണ്. അപ്പോ അത് ഞാൻ ഇരുന്ന് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ഇന്ന പ്രശ്നമാണ് സംഗീതത്തിന് പറ്റിയേക്കണം, അപ്പൊ റിക്കവർ ചെയ്യാൻ സമയം എടുക്കും. എന്നാ ഓക്കെ. അല്ലാണ്ട് ഷൂട്ട് പടം വരികയും കഥാപാത്രം സെലക്ട് ചെയ്യും. ഞാൻ ഇഷ്ടമുള്ള എനിക്ക് കഥ കേട്ട് കഥ ഇഷ്ടപ്പെട്ടോ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടോ ഞാൻ ചെയ്യും. അത് ത്രൂ ഔട്ട് ആണെന്നില്ല, ചെറിയ ഭാഗമാണെന്നില്ല. ഹോസ്റ്റലർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട, എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട് ഞാൻ ഏറ്റവും കൂടുതൽ പണിയെടുത്ത പടമാണ് ഹോസ്റ്റലർ. കാരണം ബ്രഹ്മയുഗം എനിക്ക് റെഫറൻസ് നോക്കാൻ ഒന്നുമില്ല. അവിടെ ചെന്ന് ഡയറക്ടർ പറയുന്നത് കേട്ട് ഇരുന്ന് ഒരു റെഫറൻസ് ഒക്കെ പിടിച്ച് പതുക്കെ ചെയ്ത് നോക്കി 4 ദിവസം 5 ദിവസം കൊണ്ട് സെറ്റ് ചെയ്യണ ക്യാരക്ടർ. പക്ഷെ ഹോസ്റ്റലർ തന്നെ കഥാപാത്രം പറഞ്ഞു 1 ദിവസമുള്ള എനിക്ക്. അപ്പൊ എനിക്ക് ഇത് പ്രിപ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ ടൈം എടുത്ത് ചെയ്യാനോ ഒന്നുമില്ല. അപ്പൊ ഞാൻ ചോദിച്ചു ചേട്ടൻ എന്താണ് പരിപാടി, ഇതാണ് സംഭവം, നീ ഇങ്ങനത്തെ ഒരു പടം കാണാം, പടത്തിന്റെ പേര് ഞാൻ പറഞ്ഞു, അതിന്റെ റെഫറൻസ് ഉണ്ട്. പിന്നെ എന്റെ യൂട്യൂബ് സെർച്ച് ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ഡ്രഗ്സിനെ പറ്റിയാണ്. എന്നിട്ട്
പോലീസ് അതെ 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 പോലീസ് എല്ലാം പിടിച്ച കാരണം ഇന്ന ഡ്രഗ്സ് അടിച്ച എങ്ങനെയായിരിക്കും ആഫ്റ്റർ എഫക്ട്സ്, ഇത്രയും ഈ ഒരു ഡ്രഗിന്റെ അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരാളുടെ ആഫ്റ്റർ എഫക്ട്സ് എന്താണ്, അയാൾ എങ്ങനെ റിക്കവർ ആയതിനു ശേഷം എന്താണ്. കാരണം 2 ഫേസ് ഉണ്ട് ആ ക്യാരക്ടറിന്. ഫുൾ അഡിക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്, പിന്നെ പതുക്കെ 2 വർഷം ശേഷം റിക്കവർ ആയ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ അത് രണ്ടും ഒറ്റ ദിവസം ഷൂട്ട് ചെയ്തതാണ്. അപ്പൊ അതിനുവേണ്ടി കുറച്ചൊരു 3-4 ആഴ്ചയോളം ഞാൻ ഇരുന്നിങ്ങനെ വായിച്ച് നോക്കി സെറ്റ് ആക്കിയിട്ടാണ് ഞാൻ ആ പടം പോയി ചെയ്തത്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്തിട്ട് നല്ല രീതിക്ക് എടുത്ത് പറഞ്ഞു തരും. കാരണം അതിന് 3 സീനുള്ള പടത്തില്. അപ്പൊ അങ്ങനെ ഒക്കെ വരുമ്പോ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര പൊളിയാണ് പരിപാടി.